അപ്പം ഗായ്സ്, എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഈ ടെറസിൽ കയറിയിട്ട് പുറത്തേക്ക് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഞാൻ കണ്ടത് എൻ്റെ വീട്ടിലൊരു സോളാർ പാനൽ ചുമ്മാ ഇരിക്കുക, ഒരു ഉപകാരമില്ലാതെ. അപ്പോൾ ഏതായാലും ചുമ്മാ വെയിലും കൊണ്ട് നശിക്കുന്നു, അന്ന് എന്തെങ്കിലും ഉപയോഗിക്കാമെന്ന് ഞാൻ വിചാരിച്ചു. അപ്പോൾ ഇത് കിടിലൊരു സർക്യൂട്ട് ഉണ്ടാക്കാനാണ് എൻ്റെ പരിപാടി. കാരണം കറണ്ടൊക്കെ പോകുമ്പോൾ നമുക്കത് ഉപകാരപ്പെടും. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാം അല്ലേ. അതിനായിട്ട് ഞാനിവിടെ നമ്മുടെ ഫ്ലിപ്കാർട്ട് എടുത്തിട്ട് അതിനകത്ത് സോളാർ ചാർജ് കൺട്രോളർ എന്ന് ടൈപ്പ് ചെയ്യുകയാണ്. ഞാൻ ആദ്യം വിചാരിച്ച് ഇത് വാങ്ങാനാണ്. പിന്നെ ഇതിന് താഴെ നോക്കിയപ്പോഴാണ് ഒരു കറുത്തൊരു നീല കളർ കുട്ടപ്പനെ കണ്ടത്. അപ്പോൾ അതങ്ങ് എടുക്കാമെന്ന് വിചാരിച്ചു. നോക്കുമ്പോൾ തരക്കേടില്ലാത്തൊരു പൈസയൊക്കെയാണ്. അപ്പോൾ ഇതേതായാലും വാങ്ങിക്കാൻ വിചാരിച്ചു. റേറ്റിംഗ് ഒക്കെ നോക്കുമ്പോൾ നല്ലൊരു റേറ്റിംഗ് ആണ് ഇതിനുള്ളത്. അപ്പോൾ വാങ്ങിക്കാം അല്ലേ. റേറ്റിംഗ് ഒക്കെ നോക്കിയാലും നല്ലൊരു ബാറ്ററിയാണിത്. അപ്പം വാങ്ങാം അല്ലേ. അപ്പോൾ ഈ ബൾബിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഏറ്റവും നല്ലൊരു ബൾബാണിത്. കാരണം എന്താണെന്ന് വെച്ചാൽ, ഞാൻ തുടക്കത്തിൽ വിചാരിച്ചില്ല ഇത്ര നല്ല കറണ്ട് അല്ലെങ്കിൽ വോൾട്ടേജ് വരും ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. അപ്പോൾ എനിക്കതിനകത്ത് 2 ക്വാണ്ടിറ്റി ബൾബ് വേണമായിരുന്നു. അതുകൊണ്ട് ഞാൻ 2 സെലക്ട് ചെയ്തു. കുറേ ആൾക്കാർ വാങ്ങിയതുകൊണ്ടും നല്ല റിവ്യൂസ് ഉള്ളതുകൊണ്ടാണ് ഞാൻ സെലക്ട് ചെയ്യാനുള്ള മെയിൻ കാരണം. നമുക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാവുന്നതാണ്, നല്ലൊരു റിവ്യൂ ആണ് ഇതിനുള്ളത്. ബ്രൈറ്റ്നെസ്സിൻ്റെ കാര്യത്തിലാണെങ്കിൽ കിടിലം ബൾബാന്നൊക്കെയാണ് എല്ലാവരും പറയുന്നത്. അപ്പം നമുക്കങ്ങ് വാങ്ങാം അല്ലേ. അപ്പം നമ്മുടെ ബൾബിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് അവസാന പ്രൊഡക്റ്റായി നമ്മൾ ശരിക്കും കാണിച്ചു തരികയാണ്. കണ്ടോ, ബൾബ് കാണാൻ ഇങ്ങനെയൊക്കെ ഇരിക്കും. അതിനാണ് 2 ടൈപ്പ് ക്ലിപ്പുകൾ കിട്ടുന്നുണ്ട്. ഒരു പോസിറ്റീവ് ടെർമിനലും ഒരു നെഗറ്റീവ് ടെർമിനലും കിട്ടുന്നുണ്ട്. ഇത് കൊടുത്തിരിക്കുന്ന പൈസ ഇച്ചിരി കൂടുതലാണ്, പക്ഷേ കുറഞ്ഞ പൈസക്കാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇത് നമ്മുടെ സോളാറിൻ്റെ ചാർജ് കൺട്രോളർ കിട്ടിയൊരു ബോക്സാണ്. ഇതിനകത്താണ് ചാർജ് കൺട്രോളർ വന്നത്. അപ്പോൾ ഞാൻ നിങ്ങളെ മേക്കിങ്ങിൻ്റെ വീഡിയോ കാണിക്കുന്നില്ല, പക്ഷേ മൊത്തം സെറ്റപ്പ് ആക്കിയത് കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് നമ്മുടെ സോളാർ ചാർജ് കൺട്രോളർ. ഞാൻ എല്ലാം സെറ്റപ്പാക്കി ഫിറ്റാക്കി വെച്ചിട്ടുണ്ട്, കറക്റ്റായിട്ട് വെച്ചിട്ടുണ്ട്. ചാർജിങ്ങിനൊക്കെ വെച്ചതാണ്. ഇപ്പോൾ ചെറിയൊരു ഇൻഡിക്കേറ്ററൊക്കെ വെച്ചിട്ടുണ്ട്. അതാണ് നിങ്ങൾ കാണുന്ന ചെറിയൊരു തെളിയുന്ന ബൾബ്. മേലെ നോക്കുകയാണെങ്കിൽ നമ്മുടെ ബൾബ് കാണാൻ പറ്റും. അപ്പോൾ ലൈറ്റൊക്കെ ഓഫാക്കിയിട്ടുണ്ട്. ടെസ്റ്റ് ഇതിപ്പോൾ കാണിച്ചു തരാം, നോക്കോളൂ. കണ്ടോ, നല്ല വെളിച്ചമാണ് ഈ ബൾബ് തരുന്നത്. ഒരു രക്ഷയില്ലാത്ത വെളിച്ചം തരുന്നുണ്ട്. ഏകദേശം 12 വാട്ടിൻ്റെ ബൾബ് ആയതുകൊണ്ട് തന്നെ കിടിലം വെളിച്ചമാണ്. ഈ ബൾബ് ഓഫാക്കാൻ തന്നെ ഒരു സിംഗിൾ സ്വിച്ച് അവിടെ കൊടുത്തിട്ടുണ്ട്. അതിൽ ജസ്റ്റ് നമുക്കുക. കണ്ടോ, ഈ ഇൻഡിക്കേറ്റർ സത്യം പറഞ്ഞാൽ നല്ല വെളിച്ചമുണ്ട്. ആ ഇൻഡിക്കേറ്റർ നോക്കിയിട്ട് നമുക്ക് ലൈറ്റ് ഇതുപോലെ ഇടാനാണ്. കണ്ടോ, സെറ്റപ്പായിട്ട് നമുക്ക് നല്ല വെളിച്ചം കിട്ടുന്നുണ്ട്. 2 റൂമിലും സെയിം ലൈറ്റാണ് വെച്ചേക്കുന്നത്. നല്ല പവറിൽ കറണ്ട് ഉള്ള പോലെ തന്നെ കിട്ടുന്നുണ്ട്. കണ്ടോ, റൂം നിറച്ചും അല്ലെങ്കിൽ ഹാൾ നിറച്ചും വെട്ടം കിട്ടുന്നുണ്ട്. അത്യാവശ്യമൊക്കെ എടുത്ത് നമുക്ക് ഈ ലൈറ്റുകൾ ഉപയോഗിക്കാവുന്നതാണ്. ഏറെ പ്രത്യേകമായി കറണ്ട് പോകുന്ന സമയങ്ങളിൽ നമുക്ക് ഏറ്റവും കൂടുതൽ ഉപകാരപ്പെടുന്നതാണ് ഈ വെട്ടം. കണ്ടോ, നമ്മുടെ ഇൻഡിക്കേറ്റർ ഇവിടെ മിന്നി കത്തുന്നുണ്ട്. അപ്പം ഗൈസ്, ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മുടെ വീഡിയോ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബൊക്കെ ചെയ്യുക. വളരെ കുഞ്ഞൊരു വീഡിയോ ആയിരുന്നു ഇത്. ചെറിയൊരു സോളാർ സിസ്റ്റം കൊണ്ട് നമ്മളിങ്ങനെ ഉണ്ടാക്കുന്നത് ഏതായാലും കറണ്ട് പോകുന്ന സമയങ്ങളിൽ ഏറ്റവും നല്ലതാണ്. കാരണം മഴക്കാലമൊക്കെ അല്ലേ വരുന്നത്, അപ്പോൾ കറണ്ടൊക്കെ പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ ചെറിയൊരു സിസ്റ്റം നിങ്ങൾ വാങ്ങി വെക്കുകയാണെങ്കിൽ ചെറിയ ചിലവിൽ തന്നെ നിങ്ങൾക്ക് ഏകദേശം ഒരു കിടിലൊരു സർക്യൂട്ട് കിട്ടുന്നതാണ്. അപ്പോൾ ഓക്കെ, ശരി ഗൈസ്, പിന്നെ കാണാം, ബൈ.